സതീശൻ സ്പോൺസേഡ് SUCI സമരം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഇപ്പോഴും ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവർ ഈ ഒരു പ്രതികരണം കേട്ടെ. ഈ വർഗത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയും പിണറായി സർക്കാർ അടിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രസ്ഥാനത്തിന്, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്, ഈ പ്രസ്ഥാനത്തിന് ഇനി ഒരു ഉയർത്തെണീപ്പുണ്ടാവില്ല. കേട്ടല്ലോ, മാനായും മരീചിയുമായി വന്നിരിക്കുന്നവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ? അവർക്ക് ആശമാരുടെ പ്രശ്നമല്ല ഉള്ളിലിരിപ്പ്, വേറെ ചില ഉദ്ദേശമാണ്. അവർക്ക് ഇടതുപക്ഷത്തിൻ്റെ വേരറുക്കണമത്രേ. SUCI മിനിക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ സംസ്ഥാനത്തിന് ഇടപെടാനില്ല എന്ന് വളരെ കൃത്യമായി സർക്കാർ പറഞ്ഞത്. അതും വേണ്ട, എന്തുകൊണ്ട് ഈ സമരത്തിൽ തൊഴിലാളി സംഘടനയായ INTUC, അതും കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന, അവർ ഉൾപ്പെടെ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഉത്തരമുണ്ട്. മുതലാളി കോൺഗ്രസ്സുകാരും മുതലാളി സംഘികളും മുതലാളി ലീഗുകാരെല്ലാം കൂടി ചേർന്ന് കുറച്ച് SUCI മിനിക്കാരെ പുലർച്ചെ 4 മണിക്ക് നിവേദനം വാങ്ങിക്കൊണ്ടും എല്ലാ ദിവസവും 4 മണിക്ക് ദിവസപ്പടി കൊടുത്തുകൊണ്ടും ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലേ? ആ പ്രതികരണം ഇപ്പോൾ കേൾപ്പിച്ചത് തന്നെ അതിനകത്ത് പതുങ്ങിയിരിക്കുന്ന പല വിഷപ്പാമ്പുകളുടെയും ലക്ഷ്യം മറ്റൊന്നാണ്. തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കാലമല്ലേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പിന്. സ്വാഭാവികമായിട്ടും ആളെ കൂട്ടാൻ വേണ്ടി സംഘപരിവാറുകാരും ലീഗുകാരും SUCIക്കാരും കോൺഗ്രസ്സുകാരെല്ലാം കൂടി അവരുടെ കീഴിലുള്ള സ്ത്രീകളെ ആശമാർ എന്നുള്ള വ്യാജേന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തി കുറച്ച് ക്യാമറകളെ ഇറക്കി വാർത്താ കച്ചവടം നടത്തിക്കഴിഞ്ഞാൽ അതാണ് കേരളത്തിലെ ആശമാരുടെ പ്രശ്നമെന്ന് ഈ നാടങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണം. അതുന്നയിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ചിലരുടെ പോക്കറ്റ് വീർക്കുന്നുണ്ട്, സംഘപരിവാറിന് ഇവിടെ മണ്ണൊരുക്കാനായിട്ട് ചിലർ പരിശ്രമിക്കുന്നുണ്ട്. അവർ എല്ലാ കാലത്തും ഇറക്കുന്ന നാടകങ്ങളാണ്. നേരത്തെ ശബരിമലയുടെ പേരിൽ മഞ്ഞൾ ശോഭയുൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ കിടന്നപ്പോഴും ഇതേ ഡയലോഗുകൾ തന്നെയാണ് കാച്ചിരുന്നത്. അതേ ഡയലോഗ് പുതിയ വേർഷനിൽ കേൾക്കുമ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കപട ആശമാരെ, അവർക്ക് കിട്ടുന്ന വേതനം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാത്ത വേതനം ഈ നാട്ടിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഓണറേറിയമായും ഇൻസെൻറ്റീവായും 9,000 രൂപ നൽകുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ വിഹിതം കൂടി കിട്ടിയാൽ 13,000 രൂപ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇപ്പോഴുമില്ല. ആ വേതനം കേന്ദ്രം തന്നില്ലെങ്കിൽ പോലും പലപ്പോഴും ഈ നാടിൻ്റെ മുണ്ട് മുറുക്കെ എടുത്ത് അവർക്ക് കൊടുക്കാറുണ്ട്. അതും വാങ്ങിയിട്ട് കാണിക്കുന്ന ഈ നീതികെട്ട പ്രവർത്തനത്തോട് തൽക്കാലം സമരസപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇവരെപ്പോലുള്ള വിഷപ്പാമ്പുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. ഈ വർഗത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയും പിണറായി സർക്കാർ അടിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രസ്ഥാനത്തിന്, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്, ഈ പ്രസ്ഥാനത്തിന് ഇനി ഒരു ഉയർത്തെണീപ്പുണ്ടാവില്ല.